ലാസ്റ്റ് അടുത്ത ഒരു സെക്ഷന് റീനെയിം ഷീറ്റ്, മൂവ് കോപ്പി ഷീറ്റ്, ടാബ് കളറ്. ഇതാണ് ഷീറ്റ്. ഇതിപ്പോൾ ഒരു ഷീറ്റാണ്, അടുത്തൊരു ഷീറ്റാണത്, മറ്റൊരു ഷീറ്റാണത് എക്സാം റിസൾട്ട്, വേറെ ഷീറ്റ് എക്സാം, വേറെ ഷീറ്റ് റിസൾട്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ഷീറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ ഇവിടെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അവിടെ ഷീറ്റ് 4 എന്നുള്ള ഡിഫോൾട്ട് പേരിൽ അങ്ങനെ ഒന്ന് വരും. പിന്നെ അവിടെ നമുക്ക് പേര് റീനെയിം ചെയ്യാനുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത്. ഇവിടെ ഈ ഷീറ്റിൻ്റെ അവിടെ ഈ ഷീറ്റിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, റീനെയിം ഷീറ്റ് എന്ന് പറയുമ്പോൾ ആ ഷീറ്റ് 4 എന്നുള്ളത് സെലക്ട് ചെയ്യും. അവിടെ നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് വെറുതെ ഒരു പേര് കൊടുക്കാം. ഒന്നുകിൽ ഇവിടെ, അതായത് ഇപ്പോൾ ഈ ഫോർമാറ്റ് എന്നുള്ള അവിടെ പോയിട്ട് റീനെയിം ഷീറ്റ് എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ വെച്ച് പേര് മാറ്റാം. ഓക്കെ, ഒന്നത്. രണ്ടാമത്തത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടാബിൻ്റെ കളറ്. മൂവ് ആൻഡ് കോപ്പി ഷീറ്റ് നമുക്ക് വേറെ പറയാം. ടാബിൻ്റെ കളറ് അത് നമുക്ക് ആ ടാബ് അവിടുത്തെ ടെക്സ്റ്റ് അല്ല കേട്ടോ, ആ ടാബ് എക്സലിന് എഴുതിയതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് അല്ലേ, ആ വൈറ്റ് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു കളറ് കൊടുക്കുക. അപ്പോൾ വേറെ ഒന്ന് ഇപ്പോൾ റിസൾട്ട് എന്നുള്ളതിൻ്റെ ആ ഒരു കളറ് മാറ്റിയിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എന്ത് ചെയ്യാം, അവിടുത്തെ കളറ് മാറ്റാം. അങ്ങനെ ഓരോന്നും നമുക്ക് കളറ് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഷീറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ കളറിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവില്ല. വേറെ ഷീറ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കളർ മാറ്റിയതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഒന്നത്. ഇനി വേറെ ഒന്നുള്ളത്, ഇതിപ്പോൾ ഇവിടുന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ എക്സാം എന്നുള്ളതിൻ്റെ കളർ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ എക്സാം എന്നുള്ള ഈ പേരിൻ്റെ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഉണ്ട് എന്ത്, ടാബ് കളർ എന്നുള്ളത് വരും ഇവിടെ. അപ്പോൾ അവിടെ നമുക്ക് വേറെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ കളറിലേക്ക് വരും. അപ്പോൾ കണ്ടോ, ഗ്രീന്, റെഡ്, ബ്ലൂ 3 കളർ വന്നു. അപ്പോൾ ഇവിടുന്നും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാബിൻ്റെ കളറ്, ആ ബാക്ക്ഗ്രൗണ്ട് കളറ് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇപ്പോൾ കളറിൻ്റെ കാര്യം. ഇനി നമുക്ക് വേറെ അടുത്തൊരു കാര്യം ഇവിടെ കാണിക്കുന്നത് മൂവ് ഓർ കോപ്പി ഷീറ്റ് എന്ന് പറയുന്നതാണ്. മൂവ് ഓർ കോപ്പി ഷീറ്റ്. ഇപ്പോൾ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും കാണും മൂവ് ഓർ കോപ്പി ഈ ഷീറ്റ് എന്നുള്ളത്. ഷീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു ഷീറ്റിനെ ഹൈഡ് ചെയ്യുന്നതുണ്ട്, പ്രൊട്ടക്റ്റ് ഷീറ്റ് ഉണ്ട്, വ്യൂ, മൂവ് ആൻഡ് കോപ്പി, റീനെയിം, ഇൻസേർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പ്രൊട്ടക്റ്റ് ഷീറ്റ് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പോൾ മൂവ് ആൻഡ് കോപ്പി പറയാം. ഇപ്പോൾ ഈ ഇതിലിപ്പോൾ എങ്ങനെയുള്ളത്, എക്സാം റിസൾട്ട് എന്നുള്ള ഷീറ്റ് ആദ്യം, പിന്നെ എക്സാം, പിന്നെ റിസൾട്ട്, പിന്നെ എക്സൽ എന്നൊക്കെ പറയുന്ന 4 ഇങ്ങനെയുള്ള ഇതിൻ്റെ ഓർഡറിൽ കിടക്കുന്നത്. ഇത് നമുക്ക് കോപ്പി ചെയ്യണം. ഇപ്പോൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആ ഷീറ്റിൻ്റെ നെയിമിൻ്റെ അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ മെനു കിട്ടും. അപ്പോൾ ഇവിടെ മൂവ് ഓർ കോപ്പി, ഇവിടെ കോപ്പി എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ കോപ്പി ആദ്യം നമ്മൾ ബൈ ഡിഫോൾട്ട് മൂവാണ് കിട്ടുക കേട്ടോ, നമുക്ക് മൂവാണ് കിട്ടുക. അപ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത്, മൂവ് ദ സെലക്ട് ഷീറ്റ്. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ കണ്ടില്ലേ, മൂവ് സെലക്റ്റഡ് ഷീറ്റ് എവിടേക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ സെലക്റ്റഡ് ഷീറ്റ് ഏതാ, എക്സാം റിസൾട്ട് എന്നുള്ളത്. അതിനെ എവിടേക്കാണ് ചെയ്യേണ്ടത്, ബിഫോർ ഷീറ്റ്. ഏത് ഷീറ്റിൻ്റെ മുന്നെയാണ് ഇതിനെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഞാൻ പറയണത് ഇവിടെ എക്സൽ എന്ന് പറയുന്ന ഷീറ്റിൻ്റെ മുന്നിലേക്ക് ആരെ കൊണ്ടുവരണം, സെലക്റ്റഡ് ഷീറ്റിന്. സെലക്റ്റഡ് ഷീറ്റ് എക്സാം റിസൾട്ട് എന്നുള്ള. അപ്പോൾ ഈ എക്സാം റിസൾട്ട് എന്ന് പറയുന്ന ഷീറ്റ് ഇനി എക്സൽ എന്ന് പറയുന്ന ഈ ഷീറ്റിൻ്റെ മുന്നിലേക്ക് വരും. ഇപ്പോൾ വേണ്ട, എക്സലിൻ്റെ മുന്നേ ഇപ്പോൾ എക്സാം റിസൾട്ടാണ് ആദ്യത്, ഏറ്റവും ആദ്യമായിരുന്നു. ഒന്നുകൂടി നോക്കാം. അപ്പോൾ എക്സാം റിസൾട്ട് എന്നുള്ളത് നമുക്ക് ഏറ്റവും അവസാനത്തേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിക്കുക. അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, അതിന് എക്സാം എന്നുള്ളത് മൂവ് ടു എൻഡിൽ കൊടുത്തു കഴിഞ്ഞാൽ എക്സാം എന്നുള്ളത് ഏറ്റവും ലാസ്റ്റിലേക്ക് വന്നു. ഇതിപ്പോൾ മൂവ് ചെയ്യലാണ്, ഫസ്റ്റിലത്തെ ഓപ്ഷൻ മൂവ് ചെയ്യലാണ്. ഇനി നമുക്ക് ഇതിനെ കോപ്പി ചെയ്യണം. ഇപ്പോൾ ഒരു വലിയൊരു ഡാറ്റ നമ്മളെ കയ്യിലുണ്ട്. ഇപ്പോൾ എക്സാം റിസൾട്ട് നല്ല വലിയൊരു ഡാറ്റ നമ്മളെ കയ്യിലുണ്ട്. ഇതിലത്തെ ചെറിയ ഡാറ്റ മാത്രം എടുത്തിട്ട് വേറൊരു കാര്യം നമുക്ക് ചെയ്യണം, വേറൊരു ഷീറ്റ് നമുക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക.
അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ രണ്ടാമത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് വേറെ അതല്ലേ എളുപ്പം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഷീറ്റിനെ കോപ്പി എടുക്കുക, മൂവ് ചെയ്താൽ അതേ സാധനം തന്നെയാണ് വരുന്നത്, കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടത് ഇതുപോലെ നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമാറ്റ് എന്നുള്ള മെനുവിൽ പോയിട്ട് മൂവ് ഓർ കോപ്പി ഷീറ്റിൽ പോയിട്ട് അപ്പോൾ മൂവ് ടു എൻഡ് അവസാനമാണ് വേണ്ടത്. പക്ഷേ എന്ത് വേണം, ഒരു കോപ്പി കിട്ടണം. ഇതിനെ മൂവ് ചെയ്യല്ല വേണ്ടത്, ഒരു കോപ്പി സെപ്പറേറ്റ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ് കിട്ടുന്നത്. അതിന് ഇവിടെ എന്ത് ചെയ്യുക, ഈ ക്രിയേറ്റ് എ കോപ്പി എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക, ഈ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്താൽ ഇപ്പോൾ നമുക്ക് അഡീഷണൽ ഒരു ഷീറ്റ്, ഇതേ ഷീറ്റ് കോപ്പി ചെയ്തിട്ട് വേറൊരു ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒരു ഷീറ്റ് കിട്ടും. ഇപ്പോൾ കണ്ട എക്സാം റിസൾട്ട് എന്ന് പറയുന്നതും എക്സാം റിസൾട്ട് 2 എന്ന് പറയുന്നത് രണ്ടും രണ്ട് ഷീറ്റാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ റീനെയിം ചെയ്യുക, റീനെയിം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവിടെ 1 എന്ന് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ കളർ മാറ്റുക. കളറ് ടാബിൻ്റെ കളർ നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് മഞ്ഞയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഇനി പ്രൊട്ടക്റ്റ് ഷീറ്റ് നമുക്ക് പിന്നീട് പഠിക്കാം.